വീണ്ടും വാർത്തകളിലേക്ക്. അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന ഗുരുവിന്റെ ശിഷ്യകൾ ഉപജില്ലാ കലോത്സവത്തിന്റെ ഓട്ടൻതുള്ളൽ വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചപ്പോൾ ആസ്വാദകരുടെ അഭിനന്ദന പ്രവാഹം. ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിന്റെ ശിഷ്യകളായ അനന്തിക, ദേവിക, മിഹിര, ശ്രീപ്രസാദ് എന്നിവരാണ് UP ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ഓട്ടൻതുള്ളൽ മത്സരവേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. തളിക്കുളം SNV UP, നാട്ടിക SN ട്രസ്റ്റ്, വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഇവർ ഉപജില്ലാ കലോത്സവ വേദിയിൽ തുള്ളൽ മത്സരത്തിൽ പങ്കെടുത്തത്. നളചരിതം, സുന്ദരി സ്വയംവരം, രാമാനുജം എന്നീ കഥകളായിരുന്നു വേദിയിൽ അവതരിപ്പിച്ചത്. 3 പേരും ഗോപിനാഥിന്റെ മണലൂരിലെ ഓട്ടൻതുള്ളൽ കളരിയിലാണ് തുള്ളൽ അഭ്യസിക്കുന്നത്. കലോത്സവ വേദികളിൽ തുള്ളൽ കലാരൂപം അന്യമാകാതിരിക്കാൻ വിദ്യാലയങ്ങളിൽ സോദാഹരണ പ്രഭാഷണങ്ങളും തുള്ളൽ അവതരണവും വ്യാപകമാക്കാനുള്ള പരിശ്രമത്തിലാണ് താനെന്ന് നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ കലാകാരൻ കൂടിയായ മണലൂർ ഗോപിനാഥ് പറഞ്ഞു. ഞാൻ ശരിക്കും ഇതിൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് ഈ കോസ്റ്റൽ ബെൽറ്റിൽ തീരദേശ മേഖലയിലുള്ള കുട്ടികളെയാണ് ഇത്തരം നമ്മുടെ അനുഷ്ഠാന കലകൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം അങ്ങോട്ട് നടത്തുകയാണ്. പലർക്കും ഇതൊരു വലിയ ബാധ്യതയുള്ള ഒരു ഇവൻ്റാന്നുള്ള ധാരണയുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിക്കൊടുത്ത് ഒരു ജനകീയ സ്വഭാവം ഞാൻ ഇതിൽ കൊണ്ടുവന്നു. മാത്രമല്ല ഈ പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഞാൻ തുള്ളൽ അവതരിപ്പിച്ചുകൊണ്ടും സ്കൂളുകളിലെ പകർന്നാട്ടം എന്ന് പറഞ്ഞൊരു പരിപാടിയുമായി മുന്നോട്ട് പോയി സ്കൂളുകളിലൊക്കെ സൗജന്യമായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും സ്കൂളുകളിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടും കുട്ടികളിൽ ഇതിലേക്ക് ആകർഷിക്കാൻ നോക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തുള്ളൽ എന്ന കല അതുപോലെയുള്ള മറ്റുള്ള ഇത്തരം അനുഷ്ഠാന കലകളിലൊക്കെ വരാൻ കുട്ടികൾ വളരെയധികം സന്നദ്ധത കാണിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ കുട്ടികൾ കൂടുതൽ വന്നു തുടങ്ങിയത്. പണ്ടൊന്നും ഈ മേഖലയിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിനെനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഞാൻ തന്നെ പണിതെടുത്തുള്ള കൂത്തമ്പലത്തിൽ തന്നെ ഒരുപാട് കുട്ടികളവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അതൊക്കെ ഇതിനൊരു പ്രോത്സാഹനം. മത്സരത്തിൽ പങ്കെടുത്ത 3 മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓട്ടൻതുള്ളൽ അവതരണം കാണുവാൻ നിരവധി പേരാണ് എത്തിയത്. വലപ്പാട് ഉപജില്ലാ കലോത്സവ വേദിയിൽ ലഘുഭക്ഷണശാലയൊരുക്കി ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രധാന വേദിയോട് ചേർന്നാണ് ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ക്യാൻറ്റീൻ സൗകര്യമൊരുക്കിയത്. വിദ്യാർത്ഥികൾ വീടുകളിൽ സ്വന്തമായി ഉണ്ടാക്കിയ സ്നാക്സ് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ലഘുഭക്ഷണശാലയോടൊപ്പം സജ്ജീകരിച്ച ഗെയിം സോൺ കലോത്സവത്തിനെത്തിച്ചേർന്ന കുട്ടികളിൽ കൗതുകവും ആവേശവും നിറച്ചു. മാനസികോല്ലാസത്തിനായി തയ്യാറാക്കിയ ഗെയിം സോണിലെ വിവിധ ഗെയിമുകളിൽ നിരവധി കുട്ടികൾ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടി. സ്വന്തമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുമായി കലോത്സവ വേദിയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾ. ചന്ദ്രാപിന്നി നൈപുണ്യ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സോപ്പ് ഉൾപ്പെടെയുള്ളവയുമായി കലോത്സവ വേദിയായ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത്. 55 വിദ്യാർത്ഥികൾ പഠിക്കുന്ന നൈപുണ്യയിൽ പരിശീലകരെത്തിയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സോപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ളവയ്ക്ക് ചിട്ടയായ പ്രായോഗിക പരിശീലനം നൽകുന്നത്. ഇതിനോടകം വിവിധയിടങ്ങളിൽ നടക്കുന്ന എക്സിബിഷനുകളിലും മറ്റും ഇവർ സ്വന്തമായി നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തി കഴിഞ്ഞു. 4 ദിവസം നീണ്ടുനിന്ന ഉപജില്ലാ കലോത്സവത്തിൽ 12,000-ലധികം പേർക്ക് വിഭവ സമൃദ്ധമായ സദ്യയൊരുക്കി ചന്ദ്രാപ്പനി കൂട്ടാലപ്പറമ്പ് സ്വദേശി
വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന സ്കൂൾ കലോത്സവത്തിൽ ഇക്കുറി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ആദ്യ ദിവസം തന്നെ 5000-ലധികം പേർ ഭക്ഷണം കഴിക്കാനെത്തിയതായി ഫുഡ് കമ്മിറ്റി കൺവീനർ KS കിരൺ പറഞ്ഞു. എല്ലാ ദിവസവും നമ്മുടെ മത്സരാർത്ഥികൾക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ, എല്ലാ പ്രവർത്തകർക്കും തന്നെ നിത്യവും വിവിധങ്ങളായ വൈവിധ്യമാർന്ന പായസങ്ങളും അതുപോലെ തന്നെ പപ്പടവും ഒക്കെ നൽകിക്കൊണ്ടുള്ള വിഭവസമൃദ്ധമായ ആഹാരം നൽകാനാണ് തീരുമാനിച്ചത്. അതുപ്രകാരം നമ്മുടെ PTA ഫുഡ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാർ, നമ്മുടെ നല്ലവരായ പൂർവ്വ വിദ്യാർത്ഥികൾ സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിക്കൊണ്ട്, അധിക സമാഹരണം ഉൾപ്പെടെ നൽകിക്കൊണ്ട് വളരെ മികവുറ്റതാക്കാൻ എല്ലാവരുടെയും വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതിന് എല്ലാവരോടും നന്ദി പറയാനും ഈ സമയം ഉപയോഗിക്കുകയാണ്. 4 ദിവസവും വ്യത്യസ്ത പായസം ഉൾപ്പെടെ ഉള്ളവയായിരുന്നു ഇലയിൽ വിളമ്പിയത്. അധ്യാപകർക്ക് പുറമെ അധ്യാപക വിദ്യാർത്ഥികൾ, SPC കാഡറ്റുകൾ തുടങ്ങിയവരാണ് ഭക്ഷണശാലയെ നിയന്ത്രിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം മത്സരങ്ങൾ അർദ്ധരാത്രി വരെ നീണ്ടതോടെ രാത്രിയിലും ഭക്ഷണ സൗകര്യം ഒരുക്കിയിരുന്നു. വരയുടെയും വർണ്ണങ്ങളുടെയും കൂട്ടുകാരിക്ക് കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയം. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയും എടത്തിരുത്തി വെസ്റ്റ് പുളിഞ്ചോട് സ്വദേശി ദയാനന്ദൻ ഇന്ദു ദമ്പതികളുടെ മകളായ ദിയയാണ് പങ്കെടുത്ത 6 മത്സരങ്ങളിൽ ഒന്നിലൊഴികെ 1ാം സ്ഥാനം നേടി കലോത്സവത്തിൽ തിളങ്ങിയത്. കാർട്ടൂൺ, ഓയിൽ പെയിന്റിംഗ്, സംസ്കൃത കഥാരചന, സംസ്കൃതം കവിതരചന, സംസ്കൃതം നാടകം എന്നിവയാണ് ദിയയ്ക്ക് 1ാം സ്ഥാനവും A ഗ്രേഡും നേടിക്കൊടുത്തത്. പെൻസിൽ ഡ്രോയിങ്ങിൽ 2ാം സ്ഥാനമാണ് ദിയയ്ക്ക് ലഭിച്ചത്. കുഞ്ഞുനാളിലെ ചിത്രങ്ങളോട് കൂട്ടുകൂടിയ ദിയ 7 വയസ്സ് മുതലാണ് വരയുടെ ലോകത്ത് സജീവമാകുന്നത്. എൻ്റെ പേര് ദിയ ദയാനന്ദൻ. ഞാൻ HS ചന്ദ്രാപിന്നിയിൽ തന്നെയാണ് പഠിക്കണേ. ഞാൻ ഈ കലോത്സവത്തിൽ ഓയിൽ പെയിൻറ്റിങ്, കാർട്ടൂണ്, പിന്നെ പെൻസിൽ ഡ്രോയിങ്, കഥാരചന, കവിതാരചന, സംസ്കൃതം, പിന്നെ നാടകം, സംസ്കൃതം അതിനൊക്കെ നിന്നിരുന്നു. അതിൽ 5 ഫസ്റ്റ് കിട്ടി, നാടകത്തിന് ഫസ്റ്റ് കിട്ടി, പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിന് സെക്കൻഡാണ്. വരയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ചാൾ പഠിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിലിരുന്നാണ് പഠിക്കാറ്. ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡ്രോയിങ് ഒക്കെ. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയതാണ്. ഭാവിയിൽ ഒരു ചിത്രകാരി ആവാനാണ് താല്പര്യം. ദിയയുടെ അഭിരുചി തിരിച്ചറിഞ്ഞതോടെ ചിത്രകല പഠിപ്പിക്കാനായി മാതാപിതാക്കളുടെ തീരുമാനം. തുടർന്ന് തൃപ്രയാറിലുള്ള ചിത്രകലാ വിദ്യാലയത്തിൽ ചേർന്ന് വരയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു. ഇതിനോടകം കാർട്ടൂണുകൾ ഉൾപ്പെടെ 100-ലധികം മിഴിവാർന്ന ചിത്രങ്ങൾ വലുതും ചെറുതുമായ ക്യാൻവാസിൽ ദിയ വരച്ചു കഴിഞ്ഞു. പഠനത്തോടൊപ്പം വരയും വർണ്ണവും നിറഞ്ഞ ലോകത്ത് ഇനിയും ചിത്രങ്ങൾ ഒരുക്കാനുള്ള തിരക്കിലാണ് ദിയ. വലപ്പാട് ഉപജില്ലാ സംസ്കൃതോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ തുടർച്ചയായി 9ാം തവണയും ഓവറോൾ കിരീടം ചൂടി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. പതിനെട്ട് ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ 10 എണ്ണത്തിലും 1ാം സ്ഥാനം നേടിക്കൊണ്ടാണ് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടത്തിൽ മുത്തമിട്ടത്. സംസ്കൃതോത്സവത്തിൽ നാടക മത്സരമായിരുന്നു ഏറെ ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റിയത്. കൂടാതെ മികച്ച നടീനടന്മാർക്കുള്ള പുരസ്കാരവും ലഭിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴച്ചാൽ മലക്കപ്പാറ വനപാതയിൽ സഞ്ചാരികൾക്ക് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വനവകുപ്പ്. CWFI അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തോടനുബന്ധിച്ച് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തി. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്ര വാദ്യകലാസ്വാദക സമിതി ഏർപ്പെടുത്തിയ ശ്രീരാമപാദ സുവർണമുദ്ര പുരസ്കാരം സമർപ്പണം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.